നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് വാട്സപ്പിൽ. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കൂ, കുഞ്ഞിൻ്റെ കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കുക. ഹലോ. ഹലോ, നമസ്കാരം. ഉറച്ചു പറയൂ. ഇത് ഹരി പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളാ, സൂര്യ ടി വി. ഹലോ, സൂര്യ ടി വി എന്നാണേ. ഹരി പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളാണേ. നമസ്കാരം. എന്താണ് കുഞ്ഞുങ്ങൾ ബഹളം? കുഞ്ഞ് പൊടിക്കുഞ്ഞ 5 മാസമായതേ ഉള്ളൂ. 5 മാസം. ആ ശരി ശരി. കുഞ്ഞുവാവയാ? എന്താ പേരിട്ടേക്കുന്നേ? വൈദേഹി. നല്ല പേരാണല്ലോ. ഹലോ ഹലോ, നല്ല പേരാണല്ലോ എന്ന് പറഞ്ഞ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ആരുടെ കാര്യ? കുഞ്ഞിന്റെ കാര്യം. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 25/8/2023. സമയം രാവിലെ 9:33 AM. 9:33 അല്ലേ? തൃക്കേട്ട നക്ഷത്രം, വെള്ളിയാഴ്ച ദിവസം അല്ലേ? അതെ. ചിങ്ങം 9-ാം തീയതി. ദശാകാലഘട്ടം കുഴപ്പമില്ല, പക്ഷെ അതിൽ അപഹാരമൊക്കെ ഇപ്പം ഇത്തിരി മോശമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവേ. അമിതമായ കരച്ചിൽ, വീഴാണ്ട് നോക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. സ്കിൻ ഡിസീസ് ഒക്കെ വരും. എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആദ്യത്തെ കുറച്ച് നാൾ ശരിക്കും പറഞ്ഞാൽ 2026 ഒക്ടോബർ 27 വരെ ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് നമ്മളായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹലോ, വീഴാണ്ടും ഒക്കെ നോക്കിക്കോണം ഇച്ചിലൂടെ കഴിയുമ്പോൾ. മനസ്സിലായോ? വേറെ എന്തെങ്കിലും കുഴപ്പമില്ല. എന്ത് കുഴപ്പമാണ്? നിർത്താതെ കരച്ചിലുണ്ട്. കരയുമല്ലോ. തിരുമേനിയുടെ അടുത്ത് പോയി നോക്കിച്ചപ്പോ കന്യാവിന്റെ ശല്യം. അങ്ങനെ എന്തിന്റെയാ? കന്യാവ്. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഈ സാധാരണഗതിയിൽ കുറച്ച് അമിതമായ കരച്ചിൽ, കരയുന്നത് ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് നല്ലതാ. പിന്നെ നിങ്ങൾ ഇതിനെ അങ്ങ് ഭയങ്കര ഇതായിട്ടൊന്നും എടുക്കണ്ട. ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കുക. ചിലപ്പോൾ വയറിനൊക്കെ എന്തെങ്കിലും വേദനകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ കരയുന്നതേ. മനസ്സിലായോ? എന്നിട്ട് ഈ കന്യാവിനെ ഒഴിപ്പിച്ചോ? ഇല്ല, ചോറൂണ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാം. പൈസയൊന്നും കൊണ്ട് അമിതമായി കൊടുക്കണ്ട. ചില കുട്ടികൾക്ക് കുറേ കാലം ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം ഒരു മെഡിക്കൽ കോളേജിലും ഒക്കെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് അങ്ങ് മാറി. മനസ്സിലായോ? ഇതെപ്പോഴും രാത്രിയിലാണോ കരയുന്നേ? ഇത് 2-3 ആഴ്ച മുന്നേ ഭയങ്കരമായിട്ട് നിർത്താതെ കരയും. ഇപ്പൊ അത് മാറിയില്ലേ? ഇപ്പൊ അത് മാറി. അതാ ഞാൻ പറഞ്ഞ, ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഒരു പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പോൾ മാറും. നിങ്ങളിങ്ങനെ കിടന്നിട്ട് ടെൻഷൻ അടിക്കാതെ. ഇത് അമ്മയാണോ അമ്മൂമ്മയാണോ? അമ്മൂമ്മയുണ്ടോ? അമ്മൂമ്മയില്ല, ഞങ്ങള് സെപ്പറേറ്റ് താമസിക്കുന്നത്. അതാ കാര്യം. അമ്മൂമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. മോളുടെ ആദ്യത്തെ കുഞ്ഞാണോ? അല്ല, 3ാമത്തെയാ. മോളെ ആദ്യത്തെ കുഞ്ഞുങ്ങളൊക്കെ കരയുമായിരുന്നു മോളെ. ഇത് ഇത്തിരി കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ. മോൾ ഇതിനെ ടെൻഷൻ അടിച്ചിട്ട് ആരെയും മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകളുടെ അടുത്തൊന്നും പോയി ചാടരുത്. അവര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും പോവും, നമ്മുടെ സമാധാനവും നഷ്ടപ്പെടും. അങ്ങനെയൊന്നും ഇല്ല. ഈ കുട്ടിക്ക് കുറച്ച് നാൾ കരച്ചിലുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് കാണിക്കുക. പണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞേ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുമായിരുന്നു. 2 വയസ്സൊക്കെ ഉള്ള കുഞ്ഞാ. അവൻ ആരോടോ ചെന്നപ്പം ബാധയാണ്, റൂഹ എന്നൊക്കെ പറഞ്ഞു. അവന് ഇസ്ലാം മത വിശ്വാസിയാണ്. പിന്നീട് കുറേ കാലം കഴിയുമ്പോഴാണ് അറിയുന്നത് വിര ഇളക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നെന്ന്. ഒരു ഡോക്ടർ കണ്ടുപിടിച്ചു. രാത്രിയിലാണ് കിടന്ന് കരയുന്നേ. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഉണ്ടാവാം കേട്ടോ. ഓക്കെ, ടാറ്റ. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 6820221. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.